ഹായ് നമസ്കാരം. നിവിൻ ഇപ്പൊ എല്ലാവരും ഒരു ഭാഗ്യ നടനായിട്ട് വിശേഷിപ്പിക്കുന്നത്. 1983 ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്, ഹാട്രിക് ഒക്കെ ആയി. ശരിക്കും എന്താണ് ഈ സക്സസിന്റെ ഒരു രഹസ്യം? സംവിധായകരും റൈറ്റേഴ്സും ആണ് അതിന്റെ സക്സസിന്റെ പിന്നിൽ. നമ്മൾ അതിന്റെ ഒരു ഭാഗമായെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം പലവരും പറയാറുണ്ട് സ്റ്റാർ കിഡ്സിന് മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, അവർക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷെ നിവിൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാണ്ട് തന്നെത്താൻ വന്ന് പ്രൂവ് ചെയ്തൊരു വ്യക്തിയാണ്. ശരിക്കും ഇവരുടെ ഇടയിലൊക്കെ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നത്? അതെ, ഞാനങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ നോക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്രൂ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പം മൊത്തത്തിലൊരു ടോട്ടൽ ടീം ഒരു ക്വാളിറ്റി ടീമായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ സിനിമ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, മലയാളം ചെയ്യുന്നത് ഹിറ്റ്, തമിഴ് ചെയ്തു, അവിടെ ഹിറ്റ്, ഇനി അടുത്തത് ബോളിവുഡ്, ഹോളിവുഡ്, എന്തൊക്കെയാണ്? അങ്ങനെ ഒരു പ്ലാനുകളും ഇല്ല. 6 പാക്ക് ഒക്കെ വരുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു തോന്നല്? കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇവന് പേഴ്സണലി ഏറ്റവും കെമിസ്ട്രി കൂടുതലുള്ള ഒരു ഹീറോയിൻ ആരായിട്ടാ തോന്നിയിരിക്കുന്നത്? അല്ല, അത് തട്ടത്തിമരത്ത് റിലീസ് ചെയ്തപ്പോൾ ഇഷയായിട്ട് നല്ല കെമിസ്ട്രി ആയിരുന്നു എന്ന് പറഞ്ഞു. നേരോ മോശാനെയും ഒക്കെ റിലീസ് ചെയ്തപ്പോൾ നസറായിട്ട് നല്ല കെമിസ്ട്രി ആണെന്ന് പറഞ്ഞു. ഇനി പ്രേമം റിലീസ് ചെയ്യാൻ ഇരിക്കുന്നു. അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോ സിനിമ കഴിയുമ്പോൾ അത് മാറി മാറി വരും. ആരുടെ കൂടി അഭിനയിക്കണം എന്നൊരു താല്പര്യമുള്ളത്? ഏത് നടിയുടെ കൂടെ? അയ്യോ, സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരാളുടെ പേര് ഇല്ലില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ഐ എം ഷുവർ ഒരുപാട് പ്രേമലേഖനങ്ങളും SMS വാട്സാപ്പ് ഒക്കെ വരുന്നുണ്ട് ഇല്ലേ? എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാറില്ല. അത് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കലാണ് നല്ലത്. അപ്പൊ അവർക്ക് വിഷമാവില്ല, അവരല്ലേ ഫാൻസ്. അതെ, നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നേക്കുന്ന ഒരു മെസ്സേജ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ വന്നൊരു നിമിഷം? ഒരിക്കൽ ഞാനും വൈഫും കൂടി ഒരു സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ ഒരു പെൺകുട്ടി ഓടി വന്ന് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. അത് വൈഫിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ എന്ത് ചെയ്യണം അറിഞ്ഞൂടാ. അത് പിന്നെ എന്താണെന്നല്ല, എന്നെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വിടാറില്ല. എന്താണ് റിനയുടെ ഒരു അവസ്ഥ? എന്ത് തോന്നുന്നു? റിന ഹാപ്പിയാണ്, വളരെ സപ്പോർട്ടീവാണ്. അല്ലെങ്കിൽ ഒരുപാട് ഗേൾസ് വന്ന് പ്രപ്പോസ് ചെയ്യുമ്പോഴും ഇങ്ങനെ ക്രേസി ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോഴും അപ്പോൾ അതിനാണല്ലോ ഒരു പിടുത്തമുണ്ട്. അധികം പോകണ്ട, ഇത്ര ലെവലൊക്കെ പോയാൽ മതി എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്.